ശബരിമല വിഷയം നിറം മാറുന്നു. SNDP ഉൾപ്പെടെയുള്ള വിവിധ ഹൈന്ദവ സംഘടനകളെ ഒപ്പം കൂട്ടി വനിതാ മതിൽ ശക്തമായി കെട്ടിപ്പോക്കെങ്കിലും ഒന്നും നിലനിർത്താനായില്ല. എല്ലാം അവസാനിക്കുമ്പോൾ സർക്കാരിന് നഷ്ടങ്ങളുടെ കണക്ക് മാത്രം. ഏറെ അഭിമാനത്തോടെയാണ് മാസങ്ങളോളം എടുത്ത് സർക്കാരും ഇടതുമുന്നണിയും വനിതാ മതിൽ കെട്ടിപ്പൊക്കിയത്. എന്നാൽ അതിന്റെ നേട്ടം ഒരു ദിവസം പോലും സൂക്ഷിക്കുവാൻ സർക്കാരിനായില്ല. യുവതികളെ ഇരുട്ടിന്റെ മറവിൽ കയറ്റിയതോടെ എല്ലാം മാറിമറിഞ്ഞു. ഇങ്ങനെ ഒരു മതിൽ കെട്ടിയിരുന്നോ എന്ന് പോലും തോന്നിപ്പോയി. അതിനിടയിലാണ് നെടുംതുണായി നിന്ന വെള്ളാപ്പള്ളി നടേശനും ഭാര്യ പ്രീതി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. അനുകൂല സാഹചര്യം കളഞ്ഞു കുളിച്ചതിൽ ഇടതുമുന്നണിയിലും അസ്വാരസ്യം ഉടലെടുത്തിട്ടുണ്ട്. അതിനിടെ NSS സർക്കാർ വിരുദ്ധ സമരത്തിന്റെ നായകത്വം ഏറ്റെടുത്തതോടെ അതിന്റെ ചലനം രാഷ്ട്രീയത്തിലും പ്രകടമായി തുടങ്ങി. CPM-ഉം CPI-യും ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തി. UDF കാത്തിരുന്ന് കാണാനുള്ള ഒരുക്കത്തിലാണ്. അതേസമയം വിമോചന സമരമെന്ന ആഹ്വാനവുമായി രഹസ്യ പ്രചരണത്തിലാണ് സംഘപരിവാർ സംഘടനകളും ശബരിമല വിഷയത്തിൽ രൂപപ്പെട്ട കൂട്ടായ്മകളും. പ്രത്യക്ഷത്തിലുള്ള വാക്കിനും മറുവാക്കിനുമപ്പുറം അടിയൊഴുക്കുകളാണ് കേരളത്തിൽ സാമുദായിക രാഷ്ട്രീയ തലത്തിൽ നടക്കുന്നത്. പ്രത്യക്ഷത്തിലുള്ള പ്രതികരണങ്ങൾക്ക് രാഷ്ട്രീയമായി മറുപടി നൽകാനാണ് ഇടതു പാർട്ടികളുടെയും സർക്കാരിന്റെയും തീരുമാനം. അതാണ് NSS-ന്റെ പ്രസ്താവന പുറത്തു വന്നതിനൊപ്പം കടുത്ത വിമർശനവുമായി CPM-ഉം CPI-യും രംഗത്തെത്തിയത്. ഭീഷണിക്ക് വഴങ്ങില്ലെന്ന മുന്നറിയിപ്പ് നൽകി മുഖ്യമന്ത്രിയും എത്തി. വിമോചന സമരത്തിനുള്ള ആഹ്വാനമാണെന്ന വിമർശനമുണ്ടായിട്ടും UDF കാര്യമായി പ്രതികരിച്ചിട്ടില്ല. സാമുദായിക സംഘടനകൾക്കൊപ്പം ചേർന്നുള്ള നിലപാട് സ്വീകരിക്കുന്നതിൽ കോൺഗ്രസിലും UDF-ലും എതിർപ്പുണ്ട്. അതേസമയം വിശ്വാസത്തിന്റെ കാര്യമാണ് NSS ഉൾപ്പെടെ ഉയർത്തുന്നത് എന്നതിനാലാണ് തന്ത്രപരമായ നിശബ്ദത നേതാക്കൾ പാലിക്കുന്നത്. സംഘപരിവാർ സംഘടനകളുടെ രഹസ്യ നീക്കമാണ് ഏറെ പ്രധാനം. സുപ്രീം കോടതി വിധിക്ക് ശേഷം കേരളത്തിൽ ഒട്ടേറെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. 5 എണ്ണം വലിയ ഗ്രൂപ്പുകളാണ്. ഉപഗ്രൂപ്പുകളുമായി ദേശീയ തലത്തിലുള്ളതാണ് ചിലത്. വിമോചന സമരത്തിനുള്ള ആഹ്വാനമാണ് ഇവയിലൂടെ നടക്കുന്നത്. സർക്കാരിന്റെ വിശ്വാസി വിരുദ്ധ നീക്കങ്ങളാണ് പ്രചരണ വിഭവം. NSS-ന്റെ പ്രസ്താവനയ്ക്ക് ശേഷം അതുകൂടി ആയുധമാക്കിയാണ് പ്രചരണം. മറ്റു സാമുദായിക സംഘടനകളിലുള്ളവരെ സ്വാധീനിക്കുവാനുള്ള ശ്രമമാണ് മറ്റൊന്ന്. സംവരണമടക്കം ഇല്ലാതാക്കുന്നുവെന്ന തരത്തിലുള്ള പ്രചരണവുമുണ്ട്. സമുദായ സംഘടനകളെയും വിശ്വാസികളെയും ഹൈന്ദവ സംഘടനകളുടെ പ്രക്ഷോഭത്തിന്റെ ഭാഗമാക്കാനും നീക്കമുണ്ട്. ശബരിമല കർമ്മസമിതി സെക്രട്ടേറിയറ്റിലേക്ക് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള മാർച്ചിനെ ഇതിനുള്ള വേദിയാക്കും. പരമാവധി ഹൈന്ദവ സംഘടനകളെയും പ്രവർത്തകരെയും എത്തിക്കാനാണ് ശ്രമം. രണ്ടാം വിമോചന യാത്ര എന്നു പേരിട്ടാണ് പ്രചരണം നടക്കുന്നത്. സർക്കാരിനെതിരായ ശക്തി പരിശോധിക്കുന്ന ആദ്യ വേദിയാകുമിത്. നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയെ നിലനിർത്താനും സർക്കാരിന്റെ നേതൃത്വത്തിൽ തുടർ പ്രവർത്തനങ്ങൾ നടത്താനും CPM നിർദ്ദേശിച്ചിരുന്നു. 174 സംഘടനകളാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത്. ഇതിനുള്ള ബദലാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. അതിന് സർക്കാർ വിരുദ്ധ മുഖവും വിശ്വാസ സംരക്ഷണം എന്ന മുദ്രാവാക്യവുമാണ് നൽകുന്നത്. NSS-ന്റെ പിന്തുണയും വിശ്വാസത്തിന്റെ ബലവുമുള്ള ഈ മാറ്റത്തിന് എത്രത്തോളം രാഷ്ട്രീയ സ്വാധീനമുണ്ടാകുമെന്നാണ് ഇനി അറിയേണ്ടത്. വിവാദങ്ങൾ തുടരവെ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ കാണിക്കയിടരുതെന്ന ക്യാമ്പയിൻ വീണ്ടും ശക്തി പ്രാപിക്കുന്നു. മണ്ഡല മകരവിളക്ക് ഉത്സവകാലത്ത് ശനിയാഴ്ച വരെയുള്ള ശബരിമല നടവരവിൽ 71.47 കോടി രൂപയുടെ കുറവുണ്ട്. മകരവിളക്ക് ഉത്സവത്തിന് നട തുറന്ന് 6 ദിവസത്തെ വരുമാനത്തിൽ മാത്രം 9.15 കോടി രൂപയുടെ കുറവും. വൃശ്ചികം 1 മുതൽ ശനിയാഴ്ച വരെ ആകെ നടവരവ് 131.45 കോടി രൂപയാണ്. കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ഇത് 202.92 കോടി രൂപയായിരുന്നു. മണ്ഡലവിളക്ക് കഴിഞ്ഞ് നടയടച്ചപ്പോൾ 62.32 കോടി രൂപയുടെയും കുറവുണ്ട്. അതേസമയം ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് കാണിക്ക നൽകുന്നവരുടെ എണ്ണം കൂടി. ശനിയാഴ്ചയാണ് ഏറ്റവും കൂടുതൽ പേർ ഇങ്ങനെ കാണിക്കയിട്ടത്. 102 പേർ ഈ കാണിക്കയായി 34,251 രൂപ നൽകി. ഡിസംബർ 6 മുതലാണ് ദേവസ്വം ബോർഡ് സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി ചേർന്ന് ഈ കാണിക്ക സംവിധാനം ഏർപ്പെടുത്തിയത്. ശബരിമലയിലെ നടവരവിലുണ്ടായ കുറവ് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നാണ് കരുതുന്നത്. ഒരു വശത്ത് സമുദായ ധ്രുവീകരണവും മറുവശത്ത് വരുമാനമില്ലായ്മയും കാരണം വല്ലാത്തൊരവസ്ഥയിലാണ് സർക്കാരും ദേവസ്വം ബോർഡും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.